എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണല്ലോ അഹാന കൃഷ്ണയുടെ സാരിയുടെ വിശേഷം. സോ ഞാൻ കുറേ വീഡിയോസ് കണ്ടു, ശരിയാണോ നോക്കി തെറ്റാണോ നോക്കി, അങ്ങനെ ഞാൻ ശരി അപ്പോൾ അതിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് എനിക്കും തോന്നിയത് കൊണ്ട് ഞാൻ എടുക്കുകയാണ്. സോ അഹാന കൃഷ്ണ അതിൻ്റെ പുതിയൊരു ബ്രാൻഡാണല്ലോ സിയ എന്നുള്ളത്. ഏകദേശം സിന്ധു കൃഷ്ണയും ഇഷാനിയും അഹാനയും ഹൻസിക്കയും കൂടി ചേർന്നിട്ട് ഒരു പ്രൊമോട്ട് ചെയ്ത ഒരു ബ്രാൻഡാണ് അഹാന കൃഷ്ണയുടെ. അല്ല, അവരുടെ നാലാളിൻ്റെയും കൂടി ഉള്ളത് സിയ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാരീസാണ്, ഒന്നും പറയാനില്ല. അതിൽ അവർ ചെയ്യുന്ന അതിൽ ഓരോ ആഡ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്ന ആഡ്സ് വീഡിയോസൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ക്ലാസിക്കായിട്ട് നല്ല എലഗൻ്റായിട്ട് നല്ല എക്സ്ട്രീം ലുക്കിലാണ് അവരെല്ലാ വീഡിയോസും ചെയ്യുന്നത്. അതിലൊന്നും ഒരു സംഭവമില്ല. പക്ഷേ ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉള്ളത് സാധാരണക്കാരാണ് അവരുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സോ അവരൊരു ബ്രാൻഡ് അത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി അത് കുറച്ച് എല്ലാവർക്കും വാങ്ങാൻ പറ്റണ പോലെ, കോമൺ പീപ്പിൾസിന് വാങ്ങാൻ പറ്റണ പോലുള്ള ബ്രാൻഡ് ആയിരുന്നില്ല അവർ തുടങ്ങിയത്. കാരണം ഫസ്റ്റ് അവർ ഇടുന്ന സാരികൾക്ക് തന്നെ നല്ല റേറ്റ് ആയിരുന്നു, 10,000-ന് മേലെ, 15,000. സാധാ സിമ്പിൾ സാരി നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സിമ്പിൾ സാരിയാണല്ലോ, നമുക്ക് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നും അതൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാരി വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ അത് ഭയങ്കര റേറ്റ് ആയിരിക്കും. നമുക്ക് അഫോർഡബിൾ അതിനേക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കും. നമ്മൾ ഒരു 500 രൂപയ്ക്ക് പോലും ചിലപ്പോൾ പറ്റാത്തൊരു സാരി നമ്മൾ അതിൽ കാണുമ്പോൾ അതിന് ഏകദേശം 5,000 രൂപ 6,000 രൂപ ഒക്കെ വില വരുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് സമയത്തൊക്കെ ഇതിൻ്റെ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഓൺലൈനിൽ ഞാൻ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ അപ്പോൾ ഞാൻ സിയ കളക്ഷൻസ് ഇറങ്ങുന്ന സമയത്ത് ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല സാരികളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിക്കും എന്താണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുത്തുകൂടെ. കാരണം നമ്മൾ സാധാ മീഷോയിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഞാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ സാരികളും ഞാൻ ഏത് ഒരു ബ്രാൻഡ് സാരി വാങ്ങുന്ന സമയത്തും നന്നായിട്ട് നോക്കും. നമ്മൾ മെറ്റീരിയൽസൊക്കെ നോക്കും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസും നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ ഒരു മീഷോയിൽ ഏതെങ്കിലും ഒരു സാരി അതേ സെയിം ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സെയിം ആയിരിക്കുന്നുണ്ട്, പക്ഷേ വില ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇതും നമ്മൾക്ക് ഇത് ചിലപ്പോൾ മീഷോയിൽ 200-300 ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ 10,000-15,000 ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ടല്ല പറയാൻ പറ്റും. നമുക്ക് വേറെ ആരും പോയി പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരാണ്. അവൻ്റെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ വില നോക്കി സിയയിലെ വില അങ്ങനെ നമുക്ക് ആരും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഫ്ലറിഷ് ആയത് അല്ലെങ്കിൽ സ്പ്രെഡായപ്പോൾ എനിക്ക് തോന്നി എനിക്കും വീഡിയോ എടുക്കാനെന്ന് തോന്നി. സോ സിയ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലിടാം. അതിൽ അഹാന ഇട്ട ഒരു സാരി ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഓണം വൈബിൻ്റെ പറഞ്ഞിട്ട് ഇട്ടതായിരുന്നു. ആ സാരിയുടെ വില ഏകദേശം വരുന്നത് 7,500 അതിന് മുകളിലാണ്. പക്ഷെ അതേപോലത്തെ സെയിം സാധനം വേറൊരു പേജിൽ വേറൊരു ലേഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സെയിം സാധനം, ഒരു മെറ്റീരിയൽസിനോ ഒന്നും ഒരു ഡിഫറൻറ്റും ഇല്ല. നമ്മൾ വിചാരിക്കും ഇവർ കുറച്ച് കൂട്ടിയിട്ടാലും മെറ്റീരിയൽ ഇത് ചിലപ്പോൾ നന്നായിരിക്കുന്നു, പക്ഷെ എല്ലാം രണ്ട് സെയിം മെറ്റീരിയലാണ്, പക്ഷെ ഭയങ്കര ഡിഫറെൻ്റാണ്. ശരിയാണ്, ഇവർ ഒരുപാട് പൈസ ഫോട്ടോഷൂട്ടിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതുപോലെ അവർ ഓരോ മേക്കപ്പിനും എല്ലാത്തിനും അവർ പൈസ ചിലവാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്താണ്, ലാഭമല്ലേ നോക്കുള്ളൂ. സോ ഇവർ ഭയങ്കര പൈസ കൂടുതലാണ് ഇവരെടുക്കുന്നത്. ഏകദേശം ഫ്യൂ പീസസ് ആണെന്നുള്ളൂ. ഇവർ മേക്കപ്പ് ചെയ്ത് ഇവർക്ക് ഫോട്ടോഷൂട്ട് നടത്തി അവർ വൈറലാവും. പക്ഷെ നമ്മൾ ആ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോവുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ട് അവർക്കാണ് എല്ലാ ലാഭവും കിട്ടുന്നത്. സോ അതെനിക്ക് ഇവിടുന്ന് പറയാൻ തോന്നി. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം, കുറച്ച് വീഡിയോസും കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കൂ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ stay tuned on my channel. So stay tuned on my channel, okay? ഇത് നോക്കൂ, സെയിം സാരിയാണ്, ഒരു വ്യത്യാസമില്ല. അതേ ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിമായി, കളറ് എല്ലാം സെയിമാണ്.
അതേ മെറ്റീരിയൽ ഓർഗൻസ തന്നെയാണ്. രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എല്ലാം സെയിമാണ്. പക്ഷേ രണ്ടിനും വില ഭയങ്കര വ്യത്യാസമാണ്. അതാണ് ഈ രണ്ട് സാരിക്കും ഇത്രയും ഈ സാരിൻ്റെ ഇതിങ്ങനെ ഒരു വന്നത് കൊണ്ടാണ് മറ്റേ ഇത്രയും പ്രശ്നങ്ങൾ അവർക്ക് സിയ കളക്ഷൻസ് നേരിടേണ്ടി വന്നത്. കാരണം ഇവർ ഈ കുട്ടി ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ ബ്ലൗസ് മാത്രം ഇട്ടതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സാരിയും ആ സാരിയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ സാരിയുടെ ഡിസ്ക്രിപ്ഷനാണ്. പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയ്ഡറി റണ്ണിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവം തന്നെയാണ് രുക്മിണി എന്ന് പറഞ്ഞ സാരി അഹാന കൃഷ്ണയുടെ ബ്രാൻഡും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെന്നെ പറഞ്ഞാലും ഇപ്പോൾ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുപോലെ ഇതിൽ കുറച്ച് വേറെ സാരീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വില നോക്കൂ 8499. ഞാൻ നോക്കി, അവൻ്റെ വെബ്സൈറ്റ് മൊത്തം നല്ല റേറ്റ് ആയിരുന്നു. സോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സാധനം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇതിപ്പോൾ ഒരു സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമേ അല്ല ഇത്. കാരണം വേണ്ടവർക്ക് വാങ്ങിച്ചാൽ മതി, വേണ്ടാത്തവർ വാങ്ങണ്ട. ജസ്റ്റ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും അവർ തുടങ്ങിയിരിക്കുന്നത്. ആരും കമ്പൽ ചെയ്തിട്ട് അവർ വാങ്ങിപ്പിക്കുന്നൊന്നുമില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് അത് വാങ്ങാൻ ആൾക്കാരും ഉണ്ട്. അത് വേറൊരു കാര്യം. അങ്ങനെ കൊണ്ടുപോകും വാങ്ങാൻ ആൾക്കാരുണ്ട്. ഒരിക്കലും വാങ്ങാൻ പോണ ഒരു സംഭവമല്ല. അഫോർഡബിൾ ആൾക്കാർക്ക് വാങ്ങാനും സാധിക്കില്ല. വാങ്ങുന്നവരൊക്കെ ഹൈ ക്ലാസ് ഹൈ ടീമുകളാണ്. അപ്പോൾ അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവർ ബ്രാൻഡാണ് നോക്കുന്നത്. അതായത് ഒരു സാധനമല്ല നോക്കണം, അവർ ബ്രാൻഡാണ് നോക്കിയിട്ടാണ് ആൾക്കാർ വാങ്ങുന്നത്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. സോ എൻ്റെ ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.